ദൃശ്യം സിനിമയുടെ കഴിഞ്ഞ 10 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും അതുപോലെ തന്നെ സിനിമയുടെ ഞായറാഴ്ചത്തെ അഡ്വാൻസ് കളക്ഷനും പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. ജിത്തു ജോസഫിന്റെ ദൃശ്യം എന്ന സിനിമ 3-ാം ഭാഗമാണ് ഇപ്പോൾ നിലവിൽ റിലീസിന് വന്നിരിക്കുന്നത്. മെയ് 21 ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിന് അന്നാണ് പടം റിലീസിന് വരുന്നത്. അനിൽ ജോൺസൺ മ്യൂസിക് റൈറ്റിംഗും തിരക്കഥയും ഒക്കെ നമ്മുടെ ജിത്തു ജോസഫ് തന്നെയാണ്. സംവിധാനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ ആശീർവാദ് സിനിമാസ് ആണ്. സിനിമ ഓൾമോസ്റ്റ് ഇപ്പൊ തന്നെ ആയിട്ട് കഴിഞ്ഞ 9 ദിവസം കൊണ്ട് 200 കോടി ക്ലബിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്രോസിന് മാത്രം സിനിമ 100 കോടിയും ഓവർസീസിനും 100 കോടിയും സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ സിനിമയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യൻ സിനിമയാണ് ഓവർസീസിൽ $10 മില്യൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതും ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമയ്ക്ക് ശേഷം രണ്ടാമത്തെ സിനിമ നമ്മുടെ മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3-ാം ഭാഗമാണ്. നല്ലൊരു നേട്ടം തന്നെയാണ് നമ്മുടെ ലാലേട്ടന്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത് നമുക്ക് ഈ വർഷം. അത് മാത്രമല്ല സിനിമയ്ക്ക് നെറ്റ് കളക്ഷൻ മാത്രം ഇപ്പോൾ ഓൾമോസ്റ്റ് 100 കോടിയിലോട്ട് പോകുന്നുണ്ട്. എന്തായാലും വലിയൊരു നേട്ടങ്ങളിലോട്ട് തന്നെയാണ് പോകുന്നത് ദൃശ്യം എന്ന സിനിമയുടെ 3-ാം ഭാഗം. എന്തായാലും സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് 10 ദിവസം സിനിമയ്ക്ക് 10-ാമത്തെ ദിവസം ശനിയാഴ്ചയാണ് അഡ്വാൻസ് ആയിട്ട് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് കളക്ഷൻ ആയിട്ട് 2,22,00,000 ട്രാക്ക് ചെയ്യാൻ സാധിച്ചത്. സിനിമയ്ക്ക് ശനിയാഴ്ച എന്നിട്ട് കിട്ടിയ കളക്ഷൻ നോക്കുമ്പോൾ 4,41,00,000 നല്ലൊരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക്. അങ്ങനെ ടോട്ടൽ ഈ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് സിനിമയ്ക്ക് 71,43,00,000 കാണാൻ സാധിക്കുന്നത്. സിനിമ എന്തായാലും ഞായറാഴ്ചത്തെ കളക്ഷൻ വരുമ്പോൾ ഒഫീഷ്യലായിട്ട് 75 കോടി കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. നിലവിലെ സിനിമയ്ക്ക് ഞായറാഴ്ചയും നല്ലൊരു അഡ്വാൻസ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ. 2,66,00,000 നിലവിലെ സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ച ഞായറാഴ്ച. ഓൾമോസ്റ്റ് 1,540 ഷോസാണ് ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് നമുക്ക് നിലവിൽ അഡ്വാൻസ് സെയിലായിട്ട്. എന്തായാലും ഈ ഞായറാഴ്ചയും സിനിമയ്ക്ക് 4 കോടിയുടെ മുകളിൽ തന്നെ ഗ്രോസ് കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമുക്ക്. എന്തായാലും സിനിമയുടെ കൂടുതൽ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. ഇനി സിനിമയ്ക്ക് എന്തായാലും വേൾഡ് വൈഡ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അപ്രോക്സ് ആയിട്ട് സിനിമയ്ക്ക് 10 ദിവസത്തെ ട്രാക്കിങ്ങിൽ സിനിമ എന്തായാലും 215 കോടി എടുത്തെത്തി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ്. ഓവർസീസ് ആണെങ്കിൽ പോലും സിനിമ 210 കോടിയുടെ മുകളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓവർസീസ് കളക്ഷൻ ആയിട്ട്. ഇന്ത്യൻ ഡൊമസ്റ്റിക് ഗ്രോസ് കളക്ഷൻ പരിശോധിക്കുമ്പോൾ സിനിമയ്ക്ക് 105 കോടിയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് ദൃശ്യം 3 സിനിമയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും നമുക്ക് നിലവില്. ഇനി ലാലേട്ടന്റെ സ്വന്തം ദൃശ്യം എന്ന സിനിമ 300 കോടിയിലോട്ട് വരുമോ? സംശയം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുമെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ നിലവിലെ ട്രാക്കിങ്ങിൽ സിനിമയ്ക്ക് ഡ്രോപ്പ് കാണുന്നുണ്ട്. കഴിഞ്ഞ 8-ാം തീയതി വരെ സിനിമയ്ക്ക് ഓരോ ദിവസം വേൾഡ് വൈഡ് ഡബിൾ ഡിജിറ്റ് ആണ് കാണാൻ സാധിച്ചത്. 11 കോടി, 13 കോടി, 14 കോടി, 15 കോടി ആയിട്ട്. ഇപ്പോൾ ഒരാഴ്ച കംപ്ലീറ്റ് ആകുമ്പോൾ സിനിമയ്ക്ക് 6 കോടിയിലോട്ട് ചുരുങ്ങി വന്നിരിക്കുകയാണ് സിംഗിൾ ഡേ ഓപ്പണിംഗ് കളക്ഷൻ വേൾഡ് വൈഡ്. ഈ കഴിഞ്ഞ 10-ാം തീയതി നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 6 കോടിയാണ് കാണാൻ സാധിച്ചത് വേൾഡ് വൈഡ് സിംഗിൾ ഡേ ആയിട്ട്. കളക്ഷൻ ഡ്രോപ്പ് ആവുന്നു. എന്നാൽ പോലും ഈ ഡ്രോപ്പിംഗ്സ് ആണെങ്കിലും നമ്മുടെ കേരളത്തിലെ ഈ ഒരു ഹോൾഡ് ആണെങ്കിലും ഓവർസീസിലെ ഹോൾഡ് ആണെങ്കിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഹോൾഡ് ആണെങ്കിലും സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് സുഖമായിട്ട് 250 കോടി കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ 300 കോടിയിലോട്ട് എത്തണമെങ്കിൽ എന്തായാലും സിനിമയുടെ OTT റിലീസ് നല്ലപോലെ ഡിലേ ആക്കണം. ലോക സിനിമയിലെ പ്രൊഡക്ഷൻ ഹൗസ് കാണിച്ച പോലെ ആശീർവാദ് സിനിമാസും ആമസോൺ പ്രൈമാണ് പടത്തിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയത്. എന്തായാലും OTT റിലീസ് ഡിലേ ആക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും സിനിമ 300 കോടിയിലോട്ട് എത്തുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം സിനിമയുടെ പൊട്ടൻഷ്യൽ നല്ലപോലെ കാണുന്നുണ്ട് ഓവർസീസ് ആണെങ്കിലും അതുപോലെ തന്നെ സിനിമയെ കേരളത്തിലാണെങ്കിലും. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ആ ഒരു ദിവസത്തിനായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ആദ്യ 300 കോടി സിനിമയ്ക്കായിട്ട്. സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായം ഇവിടത്തെ കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.